വളപട്ടണത്ത് അരി വ്യാപാരിയുടെ വീട് കുത്തിത്തുറന്ന് 300 പവൻ കവർന്നതിൽ അന്വേഷണം ഊർജിതം. പ്രത്യേക അന്വേഷണ സംഘം ഡോഗ് സ്ക്വാഡുമായി സ്ഥലത്ത് പരിശോധന നടത്തി. CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചു. വീട്ടുകാർ തമിഴ്നാട്ടിൽ വിവാഹത്തിന് പോയ സമയത്തായിരുന്നു 300 പവൻ സ്വർണവും 1 കോടിയിലേറെ രൂപയും മോഷ്ടാക്കൾ കവർന്നത്. വിവരങ്ങളുമായി അർജുൻ കല്യാട് ചേരുന്നു. അർജുൻ, അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? സുജി, അതായത് കഴിഞ്ഞ 19-ാം തീയതിയാണ് ഈ അരി വ്യാപാരിയായിട്ടുള്ള അഷ്റഫ് തമിഴ്നാട് മധുരയിലുള്ള അവരുടെ ഒരു ബന്ധുവിൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചടങ്ങുകൾക്കായി ഇവിടെ നിന്നും പോകുന്നത്. 20-ാം തീയതി രാത്രി 8 മണിയോടുകൂടിയാണ് ഈ മോഷ്ടാക്കളുടെ സംഘം വീട്ടിലേക്ക് എത്തുകയും 300 പവൻ സ്വർണവും 1 കോടിയിലേറെ രൂപയും കവർന്നത്. അതിൻ്റെ ഭാഗമായി പ്രത്യേക അന്വേഷണ സംഘം ഇന്നിപ്പോൾ സ്ഥലം സന്ദർശിച്ചിട്ടുള്ള റൂറൽ SP ഉൾപ്പെടെ ഈ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ഊർജിതമായിട്ടുള്ളൊരു അന്വേഷണം നടത്തുമെന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് തന്നെ, അതായത് 10 മണിയോടുകൂടിയാണ് ഡോഗ് സ്ക്വാഡും അതുപോലെ തന്നെ ഫോറൻസിക്കിൻ്റെ സംഘവും വീട്ടിലേക്ക് എത്തിയത്. ഈ ഡോഗ് ഈ വീട്ടിനകത്തുള്ള ഈ ലോക്കർ ഉൾപ്പെടെ സ്ഥാപിച്ചിരുന്ന മുറിയിലേക്ക് എത്തി അവിടെ പരിശോധന നടത്തി. പിന്നീട് പുറത്തേക്ക് വന്ന് ഈ ഡോഗ് സഞ്ചരിച്ചത് ഈ വീടിനോട് ചേർന്ന് തന്നെയുള്ള, അല്ലെങ്കിൽ വീടിൻ്റെ ഒരു 250 മീറ്റർ മാത്രം അകലെയുള്ള ഈ വീടിൻ്റെ പുറകുവശത്തായിട്ടുള്ള റെയിൽവേ ട്രാക്ക് പരിസരത്തേക്ക് ഈ നായ മണം പിടിച്ച് സഞ്ചരിച്ചിരുന്നു. അതിനുശേഷം ഈ ട്രാക്കിലെത്തുകയും അവിടെ നിന്ന് ഏകദേശം ഒരു 600-700 മീറ്റർ ദൂരത്തിലാണ് വളപട്ടണം റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. ആ ഭാഗത്തേക്കാണ് നായ സഞ്ചരിച്ച് പോയിട്ടുള്ളത്. റെയിൽവേ സ്റ്റേഷനിലെത്തി നായ അവിടെ നിൽക്കുകയായിരുന്നു. ഒരുപക്ഷെ ഈ മോഷ്ടാക്കൾ ഈ റെയിൽവേ സ്റ്റേഷനിലെത്തി മോഷണത്തിനായി ഈ വഴി വീട്ടിലേക്ക് എത്തിയതാണ്, അല്ലെങ്കിൽ തിരിച്ച് മോഷണം നടത്തിയതിന് ശേഷം തിരിച്ച് ഈ വഴി ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയതാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. അപ്പോൾ സ്വാഭാവികമായും ഈ 2 സംശയങ്ങളാണ് പോലീസിനുള്ളത്. ഈ വീട്ടിൽ CCTV ഉണ്ട്, പക്ഷേ ആ CCTV ഗേറ്റിൻ്റെ ഭാഗത്തേക്ക് ഫോക്കസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മതിൽ വഴി ചാടിക്കിടക്കുന്ന ഈ CCTV വളരെ വ്യക്തമായി കാണാനാവുന്നില്ല എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ സമീപത്തെ മറ്റ് CCTV ദൃശ്യങ്ങൾ കൂടി പോലീസ് ശേഖരിക്കുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെയുള്ള മറ്റൊരു ഗ്ലാസ് കടയുണ്ട്, അതായത് ഈ മതിലിനോട് ചേർന്ന് തന്നെ പ്രവർത്തിക്കുന്ന ഒരു ബിൽഡിങ്ങിൽ CCTV ദൃശ്യമുണ്ട്. ആ CCTV ഉൾപ്പെടെ പരിശോധിച്ചിരുന്നു. പക്ഷേ അതിലും കാര്യമായ രീതിയിലുള്ള ഒരു ദൃശ്യങ്ങൾ പകർന്നിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ ആ ദൃശ്യങ്ങൾ ആ CCTVയിൽ ഇല്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പക്ഷേ അതിന് തൊട്ടടുത്തുള്ള മറ്റ് CCTV ദൃശ്യങ്ങൾ കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു CCTVയിൽ കൃത്യമായ രീതിയിൽ ഈ മോഷ്ടാക്കളുടെ ദൃശ്യം പതിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ മേഖലയിലാകെ തന്നെയുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഇത്രയും വലിയ അളവിൽ, അതായത് 300 പവനും 1 കോടിയിലേറെ രൂപയും ഇങ്ങനെ വീട് പൂട്ടി മറ്റൊരു സ്ഥലത്തേക്ക് മറ്റ് ചടങ്ങുകൾക്കായി പോകുമ്പോൾ അത്രയും തുക അവിടെ സൂക്ഷിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ മറ്റ് ബാങ്ക് ലോക്കറിൽ ഉൾപ്പെടെ സൂക്ഷിക്കാമായിരുന്നു തുടങ്ങിയിട്ടുള്ള വിമർശനങ്ങൾ ഉൾപ്പെടെ ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ അവർ ഒരു അരി വ്യാപാരിയാണ്. കണ്ണൂരിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വ്യാപാര സ്ഥാപനമാണ് അഷ്റഫ് ട്രേഡേഴ്സ് എന്ന് പറയുന്ന കമ്പനി. അഷ്റഫ് ബിരിയാണി റൈസ് നമുക്ക് പരിചയമായിട്ടുള്ളൊരു അരി കമ്പനിയാണ്. അതിൻ്റെ ഓണർ കൂടിയാണ് ഈ അഷ്റഫ്. അതുകൊണ്ട് തന്നെ ഈ ഓരോ ദിവസത്തെയും ഈ വ്യാപാരത്തിൻ്റെ ഭാഗമായി വരുന്ന തുക വീട്ടിൽ തന്നെയാണ് സൂക്ഷിക്കാറുള്ളത് എന്നുള്ളതാണ് അഷ്റഫിൻ്റെ ബന്ധുക്കൾ പറയുന്നത്. അതിൽ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അങ്ങനെയായിരുന്നു ചെയ്തത് എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷേ ഇങ്ങനെ ഈ വീട് പൂട്ടി മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഈ തുക അവിടെ സൂക്ഷിക്കേണ്ടതുണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം പൊതുവെ ഉയരുന്നുണ്ട്. പക്ഷേ എങ്കിൽ കൂടി പോലീസ് പറയുന്നത് മോഷ്ടാക്കൾ കവർന്നത് തന്നെയാണ്. അതിനകത്ത് മറ്റ് സംശയങ്ങൾക്കിടയില്ല. കാരണം അതിൻ്റെ സാഹചര്യ തെളിവുകൾ, അതിൻ്റെ മറ്റ് കാര്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോഴും ആ കാര്യങ്ങൾ തന്നെയാണ് പോലീസും വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ അന്വേഷണം ഊർജിതമായ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. ഡോഗ് സ്ക്വാഡിൻ്റെയും ഫോറൻസിക് സംഘത്തിൻ്റെയും എല്ലാം തന്നെ പരിശോധന ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതിന് പുറമെ സമീപ പ്രദേശങ്ങളിലുള്ള അന്യസംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ചുകൊണ്ടും ചില അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ആ മേഖലയിലുള്ള ആ പ്രദേശം വളരെ വ്യക്തമായി അറിയുന്നൊരു മോഷ്ടാക്കൾ തന്നെയാണ് അത് നടത്തിയതെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം കൃത്യമായ രീതിയിൽ വീടിൻ്റെ തൊട്ടുപുറകിൽ റെയിൽവേ ട്രാക്കുണ്ട്, അതുവഴി ഒരു ഇടവഴിയുണ്ട്, ചെറിയ റോഡുണ്ട്, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെ വ്യക്തതയുണ്ട്. അതിന് പുറമെ CCTV ദൃശ്യങ്ങൾ പതിയാത്ത രീതിയിൽ ഈ വീടിൻ്റെ മതിൽ എങ്ങനെ ചാടിക്കടക്കാം എന്നുള്ള രീതിയിലുള്ള വളരെ വ്യക്തമായ രീതിയിൽ ആ പ്രദേശത്തെയും ആ വീടിനെയും മനസ്സിലാക്കിയ ഒരു മോഷ്ടാക്കളാണ്. ഒരുപക്ഷെ അറിയുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഈ മോഷണം നടത്തുന്നതിന് വേണ്ടി കൃത്യമായ രീതിയിൽ നിരീക്ഷണം നടത്തി അതിനൊരു പ്ലാനിങ് തയ്യാറാക്കി തന്നെയാണ് മോഷ്ടാക്കൾ ഇങ്ങനെയൊരു മോഷണം നടത്തിയത് എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തൽ. എന്തായാലും അന്വേഷണം ഊർജിതമായി നടക്കുകയാണ്. സുജിയ. ഓക്കെ, അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്.